ഇപ്പോൾ അതിജീവിതയുടെ പോരാട്ടം വർഷങ്ങൾക്കിപ്പുറം അതിൻ്റെ അവസാന ഘട്ടത്തിൽ കോടതിയിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അന്തിമവാദം തുടങ്ങുന്ന ദിവസമാണെന്ന്. പക്ഷേ നീതിയിൽ ഒരു പ്രതീക്ഷയുമില്ല എന്നുള്ള പ്രതികരണങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് തന്നെ വരികയാണ്. അതിജീവിതയുടെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളും വായിച്ചിരിക്കും. കോടതിക്കകത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന നീതി നിഷേധം, അതിൽ കോടതി നിശബ്ദമായിരിക്കുന്നു, മൗനമായിരിക്കുന്നു, അതിന്മേൽ നടപടിയുമില്ല. എന്ത് പ്രതീക്ഷിക്കണം? വളരെ ശോചനീയമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലെത്തി നിൽക്കുകയാണ് നമ്മൾ. ഒരു ഇത്രയും ഹീനമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്നിട്ട് അതിൻ്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോ, തെളിവായിട്ട് വന്നിരിക്കുന്ന വീഡിയോ കോടതിയുടെ പക്കൽ, കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. അത് പോലും പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. 3 കോടതിയിൽ അസമയത്ത് ആരാന്റെ ഉപകരണങ്ങളിൽ അത് ആക്സസ് ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും ഹൈക്കോടതി അതിൽ വളരെ ശക്തമായിട്ട് അത് ചെയ്തത് തെറ്റാണ്, സംഭവിച്ചത് തെറ്റാണ്, അത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം, അവരെ ശിക്ഷിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടും അതിനുശേഷം ഒരു അന്വേഷണം നടന്നിട്ടും ഇപ്പോഴും അതിൻ്റെ മേലൊരു നടപടി ഉണ്ടാവാതിരിക്കുമ്പോൾ അതിജീവിത ഇപ്പോഴ് രാഷ്ട്രപതിക്ക് കത്തെഴുതുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിന്റെ മനസ്സാക്ഷിയോടാണ് ആ കുട്ടി ചോദിക്കുന്നത്, ഞാൻ ഇനി എന്ത് ചെയ്യണം? വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ, പിടിപാടുള്ള ആൾക്കാർ കുറ്റവാളികൾ അല്ലെങ്കിൽ പ്രതിയാവുമ്പോൾ സാക്ഷികൾ കൂറുമാറുകയും തെളിവുകൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇതുപോലെയുള്ള ഒരു കേസിൽ നമ്മൾ മുഴുവൻ ലജ്ജിക്കേണ്ട, ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ കോടതിയും ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഓരോരുത്തരും ലജ്ജിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് ആ ചോദ്യം ഇട്ടു വന്നിരിക്കുകയാണ് അതിജീവിതം. അത് ഈ സമയത്ത് ഈ കേസിന്റെ അവസാന വാദം കേൾക്കുന്ന ഈ സമയത്ത് ക്രസ്റ്റ് ഫാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് നിസ്സഹായമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് അതിന്റെ മുമ്പിൽ നമ്മുടെ ഇപ്പം ആ ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സോ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ അത് അനധികൃതമായി തുറന്നു പരിശോധിച്ചു എന്ന് കോടതി തന്നെ കണ്ടെത്തിയതാണ്. പക്ഷേ കോടതിക്കകത്ത് നടന്ന കാര്യമായിട്ട് പോലും അതിന്മേൽ പിന്നീട് പരാമർശവുമില്ല, നടപടിയുമില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. കാരണം ഹൈക്കോടതി വരെ പോയിട്ടും ഹൈക്കോടതി തന്നെ ഒബ്സർവ് ചെയ്തിട്ടും അവർ തന്നെ ഒരു അന്വേഷണത്തിന് തുടക്കമിട്ടിട്ടും അതും ഒരു ഞഞ്ഞാമിഞ്ഞ എന്ന രീതിയിൽ എങ്ങോട്ടും പോകാതെ അവസാനിപ്പിക്കുന്ന ഒരു രീതിയിൽ ഇത് ആര് ഇതിന് പൂച്ചുവിലങ്ങിടും? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇതിന് ഒരു കോടതി ആരോടാണ് ഇതിന് ഉത്തരവാദിത്തമുള്ളവർക്കൊക്കെ ഉത്തരവാദിത്തം ആരോട് ഉത്തരം പറയേണ്ടത്? കാരണം സമൂഹത്തിനോട് ഉത്തരം പറയണ്ടേ? ഈ സംവിധാനത്തിന്റെ ഒക്കെ ആവശ്യം എന്താണ്? നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായി അവർ നിൽക്കുമ്പോൾ ഇനി ഈ കേസിന്റെ വാദം തുടങ്ങുമ്പോൾ ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കാനാണ്? രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത കേസാണ്. മലയാള സിനിമയിൽ തന്നെ വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് ഇടയാക്കിയ ഒരു കേസ് കൂടിയാണ്. അതെ. സോ ഇങ്ങനെയുള്ള കേസിൽ ആരും പുറത്ത് പറയുകയോ പുറത്ത് വരികയോ ഇതുപോലെ ശക്തമായി പോരാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും ചെയ്തിട്ട് പോലും ആ കുട്ടിക്ക് ഈ ഗതികേടിലാണ് അവരെത്തി നിൽക്കുന്നത് എന്നുള്ളത് അവരുടെ കുഴപ്പമില്ല. അവരിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മൊത്തം കൈയൊഴിഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ രാഷ്ട്രപതിക്ക് കത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പെൺകുട്ടികൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്കുമാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് സമൂഹത്തിനോട് അവർ ചോദിക്കുകയാണ്. തീർച്ചയായും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ശ്രീ പ്രകാശ് പാരെ, ഏതായാലും ഫെബ്രുവരിയിൽ അന്തിമ വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിലുള്ളത്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.